വടകരയിൽ നാളുകളായി ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന കടുത്ത ഗതാഗത കുരുക്കിന് ഒടുവിൽ താൽക്കാലിക ആശ്വാസം. ദേശീയപാത സർവീസ് റോഡിന്റെ തകർച്ചയെ തുടർന്ന് ഉടലെടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ കെ രമ MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ NIT സംഘം ഉടൻ പഠനം നടത്തും. വടകര MLA കെ രമയുടെ അധ്യക്ഷതയിൽ RDO ഓഫീസിൽ നടന്ന യോഗത്തിലാണ് വടകരയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ താൽക്കാലികവും ശാശ്വതവുമായ നടപടികൾക്ക് രൂപം നൽകിയത്. തലശ്ശേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇനി പെരുവാട്ടു താഴെ പോയി U-ടേൺ എടുക്കേണ്ട സാഹചര്യമുണ്ടാകില്ല. പാലത്തിനടിയിൽ 2 ദിവസത്തിനകം കോൺക്രീറ്റ് ചെയ്ത് പുതിയ വഴിയൊരുക്കും. ഇതിലൂടെ വാഹനങ്ങൾക്ക് നേരിട്ട് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഓണം പ്രമാണിച്ച് ബസ് സർവീസുകൾ താൽക്കാലികമായി വീണ്ടും ലിങ്ക് റോഡിലേക്ക് മാറ്റാനും തീരുമാനമായി. 5 വിളക്ക് ജംഗ്ഷൻ മുതൽ RDO ഓഫീസ് വരെ റോഡിന് നടുവിൽ ഡിവൈഡറുകൾ പുനഃസ്ഥാപിച്ച് ഗതാഗതം ക്രമീകരിക്കും. കരിമ്പനപ്പാലം മുതൽ കൈനാട്ടി വരെയുള്ള സർവീസ് റോഡ് മഴ മാറുന്ന മുറയ്ക്ക് രാത്രി 8 മണിക്കൂർ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി അതിവേഗം നവീകരിക്കും. KSRTC ബസ്സുകൾ ഇനി മാർക്കറ്റ് റോഡ് ഒഴിവാക്കി പെരുവാട്ടും താഴെ വഴിയായിരിക്കും ഡിപ്പോയിലേക്ക് സർവീസ് നടത്തുക. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി പോലീസിന്റെ സഹായത്തോടെ റോഡ് മുറിച്ചു കടക്കാനുള്ള സംവിധാനവും ഒരുക്കും. കുറച്ച് തീരുമാനങ്ങൾ നമ്മൾ ഇന്നത്തെ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. അതിലൊന്ന്, അപ്പുറത്തുനിന്ന് തലശ്ശേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പെരുവാട്ടും താഴെ വെച്ചിട്ട് അവിടുത്തെ ആ പാലത്തിന്റെ അടിയിൽ ഒഴിവാക്കിയിട്ട് അവിടുന്ന് നേരെ പഴയ സ്റ്റാൻഡിലേക്ക് കടക്കുന്ന രൂപത്തിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം. ഇങ്ങനെ ടേൺ ചെയ്ത് വരുന്നതിന് പകരം അവിടെ കോൺക്രീറ്റ് ചെയ്ത് വാഹനം താഴേക്ക് വരാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ലിങ്ക് റോഡിൽ നിന്ന് നേരെ പോകുന്ന വാഹനം അതും ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. അതും നേരെ പാലത്തിൻ്റെ അടിയിൽ കൂടി കോൺക്രീറ്റ് ചെയ്ത് നേരെ ഹോസ്പിറ്റൽ റോഡിലേക്ക് കടത്തിവിടുന്ന ഒരു തീരുമാനം, ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഈ വടകരയിൽ പഴയ ബസ് സ്റ്റാൻഡ് 5 വിളക്ക് ജംഗ്ഷനിൽ നിന്ന് RDO ഓഫീസ് വരെയുള്ള സ്ഥലങ്ങളിൽ നടുക്ക് ഡിവൈഡർ വെച്ചുകൊണ്ട് 2 സൈഡിലേക്കും വാഹനങ്ങൾ 2 ഭാഗത്തുകൂടെ വിടുന്ന രൂപത്തിലേക്കുള്ള കർശനമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് നേരത്തെ പോലീസ് അങ്ങനെ ഒരു സംവിധാനം നടത്തിയിരുന്നു. പക്ഷേ രാത്രികാലങ്ങളിൽ അത് ആരൊക്കെയോ എടുത്തുകൊണ്ടുപോയി നശിപ്പിക്കുകയും ചെയ്തു. ഈ ക്രമീകരണങ്ങളൊക്കെ വടകരയിലെ ട്രാഫിക് കുരുക്കിന് ഒരു പരിധിവരെ ആശ്വാസമാകുമെങ്കിലും NIT സംഘത്തിന്റെ പഠന റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും വടകരയ്ക്ക് ഒരു പൂർണ്ണ ശാശ്വത പരിഹാരം സാധ്യമാവുക. യോഗത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ, RDO KK പ്രസിൽ, നഗരസഭാ ചെയർപേഴ്സൺ PK ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വടകര.